ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ അരിയൊന്നും അരയ്ക്കാതെ തന്നെ ഈസി ആയിട്ടും കുറഞ്ഞ ടൈം കൊണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, ഇനി ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂണോളം പഞ്ചസാര. മധുരം ഇഷ്ടമുള്ളവർക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റാം. ഈ ഒരു ലൂസിനാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 2 മണിക്കൂർ അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. മാവൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി അതിൽ ചെറിയ കുത്തുകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അരിയൊന്നും അരയ്ക്കാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു വെള്ളയപ്പമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.